ഹലോ ഫ്രണ്ട്സ്, അനസ് അഗൈൻ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മെൽബണിലുള്ള ഒരു കാർ ഓപ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് മെൽബണിൽ കാർ ലേലം വിളി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലും വണ്ടി വാങ്ങാൻ പറ്റും. SUV, 4-wheel ഡ്രൈവ്, പാസഞ്ചർ ആൻഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, അതുപോലെ തന്നെ ട്രക്ക് വരെ ഉണ്ട്. ഇവിടെ എല്ലാ വണ്ടികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാറുകളുണ്ട്. നമ്മളൊന്ന് പോയി നോക്കിയാലോ ഫ്രണ്ട്സ്. നമ്മളിതാ മാൻഹീം കാർ ഓപ്ഷനിലെത്തി. മാൻഹീം കാർ ഓപ്ഷൻ ഓസ്ട്രേലിയയിൽ തന്നെ ലാർജസ്റ്റ് കാർ ഓപ്ഷനാണ്. ഇവിടെ എല്ലാ ബുധനാഴ്ചയുണ്ട്. അതുപോലെ ഇപ്പോൾ ശനിയാഴ്ച അവിടെ തുടങ്ങിയിട്ടുണ്ട്. മെൽബണിൽ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാനുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള മാർഗ്ഗമാണ് കാർ ഓപ്ഷൻ. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നവർ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ടോക്കൺ നമ്പർ വെച്ചിട്ടാണ് കാർ ലേലം വിളിക്കേണ്ടത്. ഓപ്ഷൻ കാറ്റലോഗാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 10 ബുധനാഴ്ച നടക്കുന്ന ഓപ്ഷനിലുള്ള എല്ലാ കാറുകളുടെ ഡീറ്റെയിൽസും ഈ ഓപ്ഷൻ കാറ്റലോഗിലുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് വണ്ടി വാങ്ങാൻ പ്ലാനുള്ളവർ ആദ്യം തന്നെ ഓൺലൈൻ വഴി നല്ല റിസർച്ച് നടത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാറ്റലോഗ് വഴി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടിയെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പം ഡിസ്പ്ലേ ചെയ്ത വണ്ടികളുണ്ട്. ഇതൊക്കെ ഒരു ലക്ഷറി കാറുകളാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് ഗോഡൗണിൻ്റെ ഉള്ളിലാണ്. ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് വണ്ടികൾ പുറത്തുണ്ട്. അപ്പോൾ വണ്ടി വാങ്ങാൻ വരുന്നവർക്ക് ഇതേപോലെ കാറ്റലോഗ് കിട്ടും. ഇതിലുള്ള എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ പ്രൈസ് കണ്ടോ, പ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ കൂടെ. ഇവിടെ വന്ന് കാണിച്ചത്, ഇവിടെ വന്നാൽ മതി. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. നമുക്കിനി പുറത്തുള്ള വണ്ടികളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഡീറ്റെയിൽസ് ബുക്ക് കണ്ടില്ലേ, ഇത് നമുക്ക് നേരത്തെ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ദിവസം മുന്നേ വന്നിട്ട് ചൊവ്വാഴ്ച വന്നിട്ട് കാറുകളൊക്കെ കാണാൻ പറ്റും, തുറന്നു നോക്കാം. അപ്പോൾ കണ്ട കാറുകൾ ഡീറ്റെയിൽസ് കണ്ടോ, ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്, ഈ സൈഡിലുണ്ട്. നമ്പർ 288 ആണ്. 288 ഇതിന് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ജീപ്പ്, റാംഗ്ലർ സ്പോർട്സ്, സ്റ്റേഷൻ വാഗൺ, റെജോ, എസ്പെറാവൻ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ വന്ന് നോക്കാം. കീ കണ്ടോ, ഇവിടെ നിൽക്കുന്ന കാറുകളെ കീകളാവുന്നത് ജസ്റ്റ് ഇത് മാത്രം. അതേപോലെ അവിടെ ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ലേലം വിളിക്കുന്ന സ്ഥലത്തെത്തി 1, 2, 3, 4, 5 ഉണ്ട് വെഹിക്കിൾ. ഗവൺമെൻറ് വെഹിക്കിൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഉണ്ട്, പിന്നെ സാൽവേജ് വെഹിക്കിൾസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ഓപ്ഷൻ പോയി നോക്കട്ടെ. ലൈൻ 1 ഗവൺമെൻറ് വെഹിക്കിൾസിൻ്റെ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ലൈൻ 2 കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടാവും അല്ലേ? ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഓപ്ഷൻ കാറ്റലോഗ് കണ്ടില്ലേ, അതിൽ ആയിരക്കണക്കിന് കാറുകളുണ്ട്. അപ്പോൾ അതിലുള്ള കാറുകൾ ഇങ്ങനെ വരിയായിട്ട് ഓരോ ലൈനിലേക്ക് അതിനനുസരിച്ച് ലൈനിലേക്ക് വരും. അപ്പോൾ ഈ ലൈനിൽ വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന ആൾക്കാർ കാണാൻ പറ്റുക എങ്ങനെയാണ് ഏത് കാറാണെന്നുള്ളത്. അതിന് നമ്പർ നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് നേരത്തെ തന്നെ അറിയാനും പറ്റും. അപ്പോൾ ഈ കാർ വരുമ്പോൾ അതിനൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. ഒരു 5,000 ആണെന്നുണ്ടെങ്കിൽ ആ 5,000 വന്ന് ലേലം വിളിക്കാൻ തുടങ്ങും. എന്നിട്ട് നമുക്ക് ലേലം വിളിച്ച് തുടങ്ങാം. $100 കൂട്ടിയിട്ടോ, ഇനി അതല്ല വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ $200 കൂട്ടിയിട്ട് അങ്ങനെ വിളിച്ച് തുടങ്ങാം. ലേലം സാധാരണ വിളിക്കുന്ന പോലെ തന്നെ. ചിലപ്പോൾ ആരും വിളിക്കാനില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പൈസ കുറക്കും ചെയ്യും. അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കാണ് വണ്ടി. അപ്പോൾ ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് ഈ വണ്ടി വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് വരുന്നത് 2014 ഫോർഡ് ഫിയസ്റ്റയാണ്. ഈ വണ്ടി വന്ന് നിർത്തി. ഇപ്പം നമുക്ക് ആൾക്കാർക്ക് വണ്ടി നോക്കാനുള്ള സാഹചര്യമുണ്ട്. എല്ലാവർക്കും പോയി നോക്കുക എങ്ങനെയാണ് വണ്ടി, ഉള്ളെങ്ങനെയാണ്, ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും, തുറന്നു നോക്കാനൊക്കെ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $12,000 ഒരു ആവറേജ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ള തുടങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് $6,000 തുടങ്ങുന്നത് ലേലം തുടങ്ങുന്നത്. ഇനി ഇവിടുന്ന് ആർക്കും ലേലം വിളി തുടങ്ങാം.
അപ്പോൾ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ $6000 കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വണ്ടിനെ പറ്റി വിശദമായിട്ട് നോക്കാൻ പറ്റും. നമ്മൾ നോക്കാം ആരെങ്കിലും ലേലം വിളിക്കുന്നുണ്ടെന്ന്. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ മുന്നിലുള്ള ആൾ വിളിച്ചു. ഇപ്പോൾ ഒരു $100 കൂട്ടി വിളിച്ചു, ആ ബലൂൻ്റെ അടുത്തുള്ള ആള്. അതിനുശേഷം ആരും വിളിക്കുന്നില്ല. അങ്ങനെ അയാൾ കാർ ലേലം വിളിച്ചു. കാർ വാങ്ങുന്നവർക്ക് ഇവിടുന്ന് ഫൈനാൻസും അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൈനാൻസ് വേണമെന്നുള്ളവർക്ക് ഇവിടെ ഉണ്ട് അറേഞ്ച് ചെയ്യുന്നത്. അതുണ്ടോ, ഡ്രൈവ് നൗ ഫൈനാൻസ്. ഓപ്ഷനിൽ കാർ വാങ്ങാൻ വരുമ്പോൾ കൂടെ കാറിനെ പറ്റി അറിയുന്ന ഒരാളുള്ളത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരാളവിടെ കണ്ടിട്ടുണ്ട്, ബിജു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പോയി ചോദിച്ചോക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ. അപ്പൊ ബിജു കേട്ടോ, ഞാൻ ഈ വണ്ടി എടുക്കാൻ വന്നു നോക്കുക. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് അതിൽ ഇഞ്ചൻ ലൈറ്റ്, ഡിസ്പ്ലേയിൽ വല്ല ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മെയിനായിട്ട് ഇഞ്ചൻ ലൈറ്റ് കത്തി കിടക്കണുണ്ടോ. പിന്നെ നമ്മൾ ബോണ്ട് തുറക്കാം, മറ്റ് സൗണ്ടുകളോ കാര്യങ്ങളോ, അതുപോലെ ഓയിൽ ലീക്കോ, അടിയിൽ നോക്കി ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുക. പിന്നെ ബാക്കി ബോഡി കാര്യങ്ങൾ, ടയർ, ഇൻറ്റീരിയൽ, അതെല്ലാം നമ്മൾ നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവിടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അതിൽ ഓപ്ഷനിൽ പങ്കെടുക്കാം. നമുക്ക് നമ്മളുടെ വിചാരിച്ച റേറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷനിൽ വണ്ടി എടുക്കാന്നുള്ളത് എന്താ ഗുണമുള്ളത്? എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പുറത്തേലും പകുതി കാശ് നമുക്ക് വണ്ടി ഇവിടെ കിട്ടും. പുറത്തേലും പകുതി കാശ്? പുറത്ത് ഇപ്പോൾ 10,000 രൂപ, ഇവിടെ നമുക്കൊരു 2,000-3,000 രൂപ സെയിം വണ്ടി കിട്ടും. നമ്മൾ നോക്കി ശ്രദ്ധിച്ചെടുക്കുക മെയിനായിട്ട്. അതിന്റെ പേരിലാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നതും നമ്മളറിയാവുന്ന ഫ്രണ്ട്സ് ഒരുപാട് വന്നതും. അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് ഒരു വണ്ടി പറ്റി അറിയാത്ത ഒരാൾക്ക് ഒന്ന് വണ്ടി എടുക്കാൻ പറ്റുമോ? വണ്ടിനെ അറിയാത്തവർ വന്നെടുക്കാണ്ട്, പക്ഷെ അവര് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് വിലേനെ കുറിച്ച് അറിയാൻ പറ്റില്ല. നമുക്കൊരു ഉദ്ദേശം ഈ വണ്ടി കണ്ടെത്തും. അപ്പൊ വണ്ടി പറ്റി അറിയാത്തവർ അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോട്ടാണ്. നമുക്ക് ചിലപ്പം ട്രാപ്പ് ആവും, ചിലപ്പോൾ രക്ഷപ്പെടും. അതാണ് ഉദ്ദേശം. പിന്നെ ഈ വണ്ടിയിലെ എങ്ങനെ നമ്മൾ ഇതിൽ നോക്കിയാൽ അതിന്റെ ഇയർ, കിലോമീറ്റർ 2.8 ലിറ്റർ ആണിത്. അതുപോലെ രജിസ്ട്രേഷൻ എല്ലാവരും ഇതിങ്ങനെ ഈ പേപ്പറിൽ എല്ലാവരും ഉണ്ടാവും. അതിൽ ബുക്ക് ഉണ്ടാവും, നല്ല ഹിസ്റ്ററി ഇതിലുണ്ടാവും. അപ്പൊ ഈ ബുക്കിൽ ചെറിയ ഡീറ്റെയിൽസ് ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടിന്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മള് വണ്ടി നമ്മള് ഇങ്ങനെ അപ്പൊ നമുക്ക് നോക്കണതിന് പ്രശ്നമില്ല, തുറന്നു നോക്കണില്ലോ കയറി നോക്കാൻ പ്രശ്നമില്ല. പുതിയ മോഡൽ വണ്ടിയാണ്. അധികം നോക്കാനും ലീക്കോ കാര്യങ്ങളോ ഇതൊക്കെ നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ബിജോട്ടന്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിക്ക് കംപ്ലൈന്റുകളൊന്നും ഇല്ല, ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന? ഇതൊക്കെ നിലവിൽ ക്ലീൻ പീസ് വണ്ടിയാണ്, നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഒരു ഐഡിയ ഉള്ളത് എന്താ വെച്ചാൽ വണ്ടി വാങ്ങാൻ വരുമ്പോൾ വണ്ടിനെ പറ്റി അറിയുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇത്ര നേരം നമുക്ക് നല്ല വിലയേറിയ കുറച്ച് നിർദ്ദേശം തന്നതിന് ബിജോട്ടൻ സ്പെഷ്യൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കാണുന്ന ബാനർ സാറ്റർഡേയിലുള്ള ഓപ്ഷൻ്റെ ഡീറ്റെയിൽസാണ്. സാറ്റർഡേയിൽ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഓപ്ഷനിൽ വരിക, നല്ല വണ്ടി നോക്കി വിളിക്കുക, വണ്ടിനെ പറ്റി അറിയുന്ന ഒരാൾ കൂടെ കൊണ്ടുവരിക, വണ്ടി എടുക്കുക, ഡ്രൈവ്. സുഹൃത്തുക്കളെ, ഇത്ര നേരം ഞങ്ങളുടെ ഓപ്ഷൻ വ്ളോഗ് കണ്ടതിന് നന്ദി. അടുത്ത വ്ളോഗിൽ വീണ്ടും വരാം. ബൈ.